ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അഭിപ്രായ സർവേയിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി സൊഹ്റാൻ മംദാനിക്ക് വൻ മുന്നേറ്റം. സിയന്ന കോളേജ് നടത്തിയ അഭിപ്രായ സർവേയിൽ മംദാനി 44% വോട്ട് നേടി ഒന്നാമതെത്തി. മുൻ ഗവർണർ ആൻഡ്രൂ കുമോ 25%വുമായി രണ്ടാമതും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് ലിവ 12%വുമായി മൂന്നാമതുമാണ്. നിലവിലെ മേയർ എറിക് ആഡംസ് 7%വുമായി നാലാം സ്ഥാനത്ത് ഒതുങ്ങി. നവംബർ 4-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നഗരത്തിലെ ഡെമോക്രാറ്റുകളിൽ 53% സൊഹ്റാൻ മംദാനിയെ പിന്തുണയ്ക്കുന്നുവെന്ന് അഭിപ്രായ സർവേക്ക് നേതൃത്വം നൽകിയ സ്റ്റീവൻ ഗ്രീൻബർഗ് പ്രസ്താവനയിൽ പറഞ്ഞു. ആൻഡ്രൂ ക്യുമോയ്ക്ക് 32% പിന്തുണയാണ് ഉള്ളത്. മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ഒറ്റയക്ക പിന്തുണ മാത്രമാണുള്ളത്. സിറ്റി റിപ്പബ്ലിക്കന്മാരിൽ മുന്നിൽ 2 ഭാഗവും സ്ലീവയെ പിന്തുണയ്ക്കുന്നു. അതേസമയം സ്വതന്ത്ര വോട്ടർമാർക്കിടയിൽ ഭിന്നതയുണ്ട്. ഇവരിൽ 30% മംദാനിക്കും 20% ആഡംസിനും പിന്തുണ നൽകുന്നു. സിറ്റിയിലെ 35 വയസ്സിൽ താഴെയുള്ള വോട്ടർമാർ മംദാനിയെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്നുവെന്ന് സ്റ്റീവൻ ഗ്രീൻബർഗ് പറയുന്നു. 35 മുതൽ 54 വയസ്സുവരെയുള്ള വോട്ടർമാരിൽ ഭൂരിഭാഗവും മംദാനിക്ക് ഒപ്പമാണ്. എന്നാൽ 55 വയസ്സും അതിൽ കൂടുതലുമുള്ള വോട്ടർമാർ കുമോയെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് ഗ്രീൻബർഗ് കൂട്ടിച്ചേർത്തു. മംദാനിക്ക് ന്യൂയോർക്ക് സിറ്റിയിലെ വോട്ടർമാർക്കിടയിൽ 46% സ്വീകാര്യതയുണ്ട്. എന്നാൽ സംസ്ഥാന തലത്തിൽ ഇത് 28% മാത്രമാണ്. കുമോയുടെ സ്വീകാര്യത കുറഞ്ഞു വരികയാണെന്നും സർവേയിൽ പറയുന്നു. 37% സിറ്റി വോട്ടർമാർ കുമോയെ അനുകൂലിക്കുമ്പോൾ 54% സിറ്റി വോട്ടർമാർ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തുടനീളമുള്ള 29% വോട്ടർമാർ കുമോയെ അനുകൂലിക്കുമ്പോൾ 61% പേർ കുമോയെ എതിർക്കുന്നു. ഡെമോക്രാറ്റുകൾക്കിടയിൽ കുമോയുടെ സ്വീകാര്യത കുറഞ്ഞതായും സർവേയിലുണ്ട്. 36% ഡെമോക്രാറ്റുകൾ കുമോയെ അനുകൂലിക്കുമ്പോൾ 56% പേർ എതിർക്കുന്നു. ഈ വർഷം മാർച്ചിൽ 51% ഡെമോക്രാറ്റുകൾ കുമോയെ പിന്തുണച്ചിരുന്നു. അതേസമയം സ്വതന്ത്രനായി മത്സരിക്കുന്ന മേയർ എറിക് ആഡംസും സ്വീകാര്യതയിൽ പിന്നിലാണ്. കഴിഞ്ഞ വർഷം നീതിന്യായ വകുപ്പ് അദ്ദേഹത്തിനെതിരെ കൈക്കൂലി, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. പിന്നീട് കേസ് റദ്ദാക്കി. ആഡംസിന് സിറ്റിയിൽ 30% അനുകൂലവും 58% പ്രതികൂലവുമാണ്. സംസ്ഥാനത്ത് 22% അനുകൂലവും 51% പ്രതികൂലവുമാണ്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് സ്ലീവയ്ക്ക് സംസ്ഥാനത്തെ 26% അനുകൂല പ്രതികരണവും നഗരത്തിൽ 30% അനുകൂല പ്രതികരണവുമുണ്ട്. അതേസമയം ഇടതുപക്ഷ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന മംദാനി നിലവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ നഗരത്തിൽ പര്യടനം നടത്തുകയാണ്. 5 ബറോകളിലും പര്യടനം നടക്കും. ട്രംപിന്റെ നയങ്ങൾ മൂലം ആരോഗ്യ സംരക്ഷണം, മെഡിക്കെയ്ഡ്, ഭക്ഷണം, പാർപ്പിട സഹായം എന്നിവയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾ പുറത്താകുമെന്ന് മംദാനി ആരോപിക്കുന്നു. ട്രംപിന്റെ ക്രൂരതയിൽ നിന്ന് ലോകം മുക്തമാകില്ലെന്നും മംദാനി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് 3 മാസത്തിൽ താഴെ സമയം മാത്രം ബാക്കി നിൽക്കെ മംദാനിയും കുമോയും തമ്മിൽ പോരാട്ടം മുറുകുകയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നടന്ന മേയർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിലാണ് കുമോയെ പരാജയപ്പെടുത്തി മംദാനി വിജയിച്ചു കയറിയത്.